ഡിസംബർ മാസം 21 സഭ എല്ലാ വർഷവും സഭാദിനമായി വേർതിരിച്ചിരിക്കുന്ന ദിവസമാണ്. ഭാരത ക്രൈസ്തവ സഭകളുടെ അപ്പോസ്തലനായിരിക്കുന്ന തോമാ ശ്ലീഹായെ ഓർക്കുന്നതിനും തോമാ ശ്ലീഹായുടെ ജീവിത വിശ്വാസ അനുഭവങ്ങളെ വിലയിരുത്തുന്നതിനും മനസ്സിലാക്കുന്നതിനും കൂടെയുള്ള ഒരു ദിവസമായിട്ടാണ് ഈ ദിവസത്തെ സഭ കാണുന്നത്. സഭയെക്കുറിച്ച് ധാരാളം നിർവചനം വേദപുസ്തകം നൽകുന്നുണ്ട്. സഭ ക്രിസ്തുവിൻ്റെ മണവാട്ടി എന്ന സുവിശേഷങ്ങളിലെ ഒരു ശക്തീകരണമുണ്ട്. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് സഭയെ കർത്താവിൻ്റെ ശരീരമെന്ന വിശേഷണം നൽകി ഉപയോഗിച്ചിട്ടുണ്ട്. സഭ വ്യത്യസ്ത കൂട്ടായ്മയുടെ ഇടങ്ങളായി അപ്പോസ്തല പ്രവൃത്തികളിലൊക്കെ നമുക്ക് സഭയെ കാണാൻ സാധിക്കും. അതുകൊണ്ട് സഭ ഒരു വിശാല വീക്ഷണം പുലർത്തുന്ന സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ദൈവരാജ്യത്തെ നിരന്തരം ആവിഷ്കരിക്കുന്ന കൂട്ടായ്മ ഇടങ്ങളെ അടയാളപ്പെടുത്തുന്ന ഒന്നാണ്. സഭയെ സംബന്ധിച്ച് തോമസ് ശ്ലീഹായുടെ ജീവിതത്തിൻ്റെ ആധാരത്തിൽ നിന്നുകൊണ്ടാണ് ചില ധ്യാനങ്ങൾ പങ്കുവയ്ക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 14 അധ്യായത്തിൻ്റെ 1 മുതൽ 7 വരെയുള്ള വേദഭാഗങ്ങളിലാണ് തോമസ് ശ്ലീഹായെ നമ്മൾ കാണുന്നത്. യേശു പറയുന്ന ചില വാചകങ്ങൾക്ക് ഉത്തരമായിട്ട് തോമസ് പറയുന്നു, കർത്താവേ, നീ പോകുന്ന വഴി ഞങ്ങൾ അറിയുന്നില്ല. യേശു മറുപടി പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു എന്നുള്ളത്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ തന്നെ 11 അധ്യായത്തിൽ തോമസ് ശ്ലീഹായെ നമ്മൾ കാണുന്നുണ്ട്. ബഥാനിയയിൽ ലാസർ മരിച്ച അനുഭവത്തിൽ ലാസറിനെ ഉയർപ്പിക്കാൻ പോകുന്നു എന്ന് യേശു പറയുമ്പോൾ തോമസ് പറയുന്നുണ്ട്, അവനോടുകൂടെ പോകുക, അവനോടുകൂടെ മരിക്കേണ്ടതിനും പോകുക എന്ന്. പിന്നീട് നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ തന്നെ അപ്പോസ്തലനായ തോമസിനെ നമ്മൾ കാണുന്നത് യേശുവിൻ്റെ ഉയർപ്പിന് ശേഷം ശിഷ്യന്മാരുമൊത്ത് പ്രത്യക്ഷപ്പെട്ട സമയത്താണ്. ആ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് ശിഷ്യന്മാർ തോമസിനോട് പറയുമ്പോൾ തോമസ് പറയുന്നു, എനിക്കും എൻ്റെ കർത്താവിൻ്റെ ഉടലിനെ, മുറിവേറ്റ ശരീരത്തെ, അവൻ്റെ മുറിവുകളെ കാണണം, അറിയണം, അനുഭവിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുന്ന വാചകമാണ് പിന്നീട് ഉള്ള പരാമർശം. അവസാനമായി യോഹന്നാൻ്റെ സുവിശേഷം 20 അധ്യായത്തിൻ്റെ 28 വാക്യത്തിൽ നമ്മൾ തോമസ് ശ്ലീഹായുടെ വളരെ വലിയ പ്രഖ്യാപനം കാണുകയാണ്, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്നുള്ളത്. തോമസ് ശ്ലീഹായുടെ ജീവിതത്തെ 4 തലങ്ങളിൽ നമുക്ക് ഈ സുവിശേഷം പങ്കുവയ്ക്കുന്നുണ്ട്. ഒന്ന്, ഒരു കൺഫെഷൻ ലെവലാണ്. തൻ്റെ അറിവില്ലായ്മയെ തോമസ് പങ്കുവയ്ക്കുന്നുണ്ട്. നീ എവിടെ പോകുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നില്ല. പലപ്പോഴും തുറന്ന ഒരു ഏറ്റുപറച്ചിലാണ് തോമസിൽ ഇപ്പോൾ നമ്മൾ കാണുന്നത്. പിന്നീട് അവനോടുകൂടെ മരിക്കേണ്ടതിന് പോകാമെന്ന് പറയുമ്പോൾ ഒരു കമ്മിറ്റ്മെൻറ്റിൻ്റെ, പ്രതിബദ്ധതയുടെ തലമുണ്ട്. എന്തിനും തയ്യാറായി. യേശു മരിക്കാനാണ് പോകുന്നതെങ്കിൽ ആ മരണത്തോട് അവനോടൊപ്പം മരിക്കാം എന്നുള്ള ധീരമായ ഒരു നിലപാടെടുക്കുന്ന തോമസ്. മൂന്നാമത് തോമസിൽ നമ്മൾ കാണുന്ന ഒരു കൺഫർമേഷൻ്റെ ലെവലാണ്. എന്താണ് കൺഫേം ചെയ്യപ്പെടുന്നത്? മരിച്ച കർത്താവ് തന്നെയാണ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നത് എന്നുള്ളത് വിശ്വസിക്കാനും സ്ഥാപിക്കാനും സ്ഥിരീകരിക്കാനുമുള്ള തോമസിൻ്റെ ശ്രമം. അവസാനമായി ഒരു വലിയ ക്രീഡ് പോലെ, ഒരു വിശ്വാസ പ്രഖ്യാപനം പോലെ തോമസ് പറയുന്നതാണ്, എൻ്റെ കർത്താവും എൻ്റെ ദൈവമേ എന്നുള്ളത്. ഈ വേദഭാഗങ്ങളിലെല്ലാം നിന്നുകൊണ്ട് സഭ ക്രിസ്തുവിൻ്റെ മാർഗം എന്നുള്ള ധ്യാനം പങ്കുവയ്ക്കട്ടെ. സഭ ക്രിസ്തുവിൻ്റെ മാർഗം, ചേർച്ച്, ദ വേ ഓഫ് ക്രൈസ്റ്റ്. എന്താണ് സഭ ക്രിസ്തുവിൻ്റെ മാർഗം എന്നതിന് പറയുന്നതിൻ്റെ 4 അടിസ്ഥാനങ്ങൾ? ഒന്ന്, സഭ ചരിത്രത്തിൽ ജീവിച്ച യേശുവിൽ അടിസ്ഥാനപ്പെടുക എന്നുള്ളതാണ്. ചരിത്രത്തിൽ ജീവിച്ച യേശുവിൽ അടിസ്ഥാനപ്പെടുക. ചരിത്രപരമായ കർത്താവിനെ, ചരിത്രപരമായ ക്രിസ്തുവിനെ, ഹിസ്റ്റോറിക്കൽ ജീസസിനെ സഭ എല്ലായ്ക്കാലത്തും അടിസ്ഥാനമായി സ്വീകരിക്കണം എന്നുള്ളതാണ്. വചനം ജഡമായി തീർന്ന, കൃപയും സത്യവും നിറഞ്ഞവനായി തീർന്ന ആ വലിയ കർത്താവ് മണ്ണിൽ ജീവിച്ച, ഭൂമിയിൽ വന്നു പിറന്ന, മനുഷ്യനോടൊപ്പം സഞ്ചരിച്ച,
മനുഷ്യൻ്റെ എല്ലാ ജീവിത അനുഭവങ്ങളോടൊപ്പം സഹകരിച്ച ആ ദൈവപുത്രൻ, ദൈവത്വവും മനുഷ്യത്വവും ഏകീഭവിച്ചവനായ ദൈവപുത്രൻ, ആ ദൈവപുത്രൻ ആണ് ചരിത്രത്തിലെ ക്രിസ്തു. പലപ്പോഴും ചരിത്രത്തിലെ ക്രിസ്തുവിനേക്കാൾ വ്യത്യസ്ത ക്രിസ്തുവിനെയാണ് നമ്മൾ അറിയാതെ കൊണ്ടു നടക്കുകയോ ആ കർത്താവിനോടൊപ്പമാണ് സഞ്ചരിക്കുകയോ ചെയ്യുന്നത്. ചരിത്രത്തിൽ ജീവിച്ച ക്രിസ്തു നമ്മെ തന്നെ, നമ്മുടെ വിശ്വാസ അനുഭവങ്ങളെ നിരന്തരമായി വിലയിരുത്താൻ പ്രേരിപ്പിക്കുന്ന ഒന്നാണ്. അവിടെയാണ് ചില സമയത്തെങ്കിലും നമ്മൾ അറിഞ്ഞില്ലല്ലോ ഈ കർത്താവിനെ എന്ന് പറയേണ്ടി വരും. തോമസ് പറഞ്ഞതുപോലെ, ഞങ്ങൾക്കറിയില്ല നീ എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറയുന്നത് പോലെ നിന്നെ വ്യക്തമായിട്ട് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. ഈ ചരിത്രത്തിൽ ജീവിച്ച, ഈ മണ്ണിൽ ജീവിച്ച, ഈ മണ്ണിൽ സ്വർഗം വിരിയിച്ച, ദൈവരാജ്യം ഈ ഭൂമിയിൽ അടിസ്ഥാനമിട്ട ഈ കർത്താവിനെ അറിയലാണ് സഭയുടെ എല്ലാ കാലത്തെയും അടിസ്ഥാന വിശ്വാസം എന്ന് പറയുന്നത്. 2, സഭ ക്രിസ്തുവിൻ്റെ മാർഗമെന്ന വിശേഷണം അനുയോജ്യമായി തീരുന്നത് സഭ ക്രിസ്തുവിൻ്റെ ശൈലിയെ കുരിശിൻ്റെ ശൈലിയായി അടയാളപ്പെടുത്തുമ്പോഴാണ്. ക്രിസ്തുവിൻ്റെ ശൈലിയെ കുരിശിൻ്റെ ശൈലിയായി അടയാളപ്പെടുത്തുക. എന്താണ് ക്രിസ്തുവിൻ്റെ ശൈലി? യോഹന്നാൻ്റെ സുവിശേഷം തന്നെ വ്യത്യസ്ത ശൈലി നമുക്ക് തരുന്നുണ്ട്. ശമരിയ സ്ത്രീയോട് സംസാരിക്കുന്ന കർത്താവിനെ, ബത്സയിദ കുളക്കരയിലേക്ക് അരികിലേക്ക് ചെല്ലുന്ന കർത്താവിനെ, പിറവിയിലെ കുരുടനായ കർത്താവ് അവൻ്റെ അടുക്കിലേക്ക് ചെല്ലുന്നതിനെക്കുറിച്ച്, പാപിയായ സ്ത്രീക്ക് വിമോചനം നൽകുന്ന കർത്താവിനെ, ഇങ്ങനെ സുവിശേഷത്തിൽ തന്നെ വ്യത്യസ്ത ശൈലി നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. അധികാരത്തിൻ്റെയും ആഡംബരത്തിൻ്റെയും അറിവിൻ്റെയും ഒന്നും ഭാരമേൽക്കാത്ത ഒരു ക്രിസ്തു ശൈലി. നിങ്ങൾ പോകുമ്പോൾ ചെരുപ്പും പൊക്കണവും ഒന്നും എടുക്കരുത് എന്ന് അവരോട് പറയുന്നൊരു ശൈലി. അധികാരത്തിൻ്റെ വഴി സ്വീകരിക്കാത്ത, അറിവിൻ്റെ ഭാണ്ഡം എടുത്ത് അതിലൂടെ രക്ഷയാണ് എന്ന് പറയാത്ത ഒരു ശൈലി. ഒരു വിധത്തിൽ ക്രിസ്തു നമുക്ക് സമ്മാനിക്കുന്നത് വളരെ തികഞ്ഞ ആർദ്രതയുള്ള, വളരെ സരളമായ സത്യത്തിൻ്റെ, നീതിയുടെ മാർഗമാണ്. ആ ശൈലി എപ്പോഴും കുരിശിനെയാണ് അടയാളപ്പെടുത്തുന്നത്. അത് കുരിശിലേക്കാണ് എത്തിക്കുന്നത്. ക്രിസ്തു ജീവിച്ചതുപോലെ ജീവിക്കുമ്പോൾ കുരിശല്ലാതെ മറ്റൊരു വഴി ഇല്ല എന്നുള്ളതും നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ ശൈലി കുരിശിൻ്റെ ശൈലിയായി അടയാളപ്പെടുത്തുന്ന അനുഭവമാണ് സഭയുടെ നിരന്തരമായ ശൈലി. അത് കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുന്ന ശൈലിയാണ്, പാപിക്ക് മോചനം നൽകുന്ന ശൈലിയാണ്, ഗദരദേശത്തെ ഭൂതഗ്രസ്തൻ്റെ അരികിലേക്ക് ചെല്ലുന്ന ശൈലിയാണ്. ഇങ്ങനെ എത്ര വിവരിക്കാൻ പറ്റാത്തവണ്ണം ശൈലികൾ നമ്മൾ കാണുന്നുണ്ട്. ഈ ശൈലികളൊക്കെയല്ലേ സഭ സ്വീകരിക്കേണ്ടത്. 3, സഭ ക്രിസ്തുവിൻ്റെ മാർഗം എന്ന് പറയുമ്പോൾ ക്രൂശിത ശരീരങ്ങളെ അടുത്തറിയുകയും വീണ്ടെടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. യോഹന്നാനിൽ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നു, തോമസ് ക്രിസ്തുവിൻ്റെ ശരീരത്തെ അടുത്തറിയുകയാണ്. ആ ക്രൂശിക്കപ്പെട്ട ശരീരം ക്രൂശിത ഉടലിനെ അടുത്തറിയുകയാണ്. ക്രിസ്തുവിൻ്റെ ഉടൽ അനുഭവത്തിലേക്ക് തോമസ് നടന്നെടുക്കുമ്പോൾ അവിടെ തോമസിലൂടെ സഭ മനസ്സിലാക്കേണ്ടത് നിരന്തരമായി ക്രൂശിതപ്പെടുന്ന അനവധി ശരീരങ്ങൾ ചുറ്റുപാടുമുണ്ട് എന്നുള്ളതാണ്. ദുർബലമാക്കപ്പെടുന്ന, ഇരയാക്കപ്പെടുന്ന, വഴിവക്കിൽ മുറിവേൽക്കപ്പെടുന്ന, വ്യത്യസ്ത ഇടങ്ങളിൽ വാക്കിലാലും വർത്തമാനത്താലും വാളുകളാലും ഇരയാക്കപ്പെടുന്നവർ, യുദ്ധക്കെടുതികളിൽപ്പെടുന്നവർ, വേദനകൾ കൊണ്ട് സങ്കടപ്പെടുന്ന അനേക മനുഷ്യർ, ഇവരുടെ എല്ലാം ഈ ശരീരങ്ങൾ ക്രൂശിത ശരീരങ്ങളുടെ നൊമ്പരം ഏറ്റുവാങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ക്രൂശിത ശരീരങ്ങളെ അടുത്തറിയുക, ദുഃഖ അനുഭവങ്ങളിലായിരിക്കുന്നവരെ അടുത്തറിയുക, വേദനപ്പെടുന്നവരെയും സങ്കടപ്പെടുന്നവരെയും അടുത്തറിയുക. അങ്ങനെ അടുത്തറിയുന്നതിലൂടെ അങ്ങനെയുള്ള ശരീരങ്ങളെ വീണ്ടെടുക്കലാണ് സഭയുടെ മാർഗം. സഭ ക്രിസ്തുവിൻ്റെ മാർഗമെന്ന് പറയുമ്പോൾ ക്രിസ്തുവിൻ്റെ കുരിശിനെ, ക്രിസ്തുവിൻ്റെ മുറിവിനെ അടുത്തറിയുന്ന, ക്രൂശിത ശരീരങ്ങളെ അടുത്തറിയുന്ന, ക്രൂശിത ശരീരങ്ങളെ വീണ്ടെടുക്കുന്ന അനുഭവമാണ്. 4, സഭ ക്രിസ്തുവിൻ്റെ മാർഗം എന്ന വിശേഷണം നമുക്ക് പര്യാപ്തമാകുന്നത് യഥാർത്ഥത്തിൽ ആധികാരികമായ വിശ്വാസത്തിൻ്റെ പ്രഘോഷണമുണ്ടാകുമ്പോഴാണ്. ക്രിസ്തുവിൽ അധിഷ്ഠിതമായ ആധികാരിക വിശ്വാസത്തിൻ്റെ പ്രഘോഷണം. തോമസ് പറയുകയാണ്, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്ന്.
എൻ്റെ കർത്താവും എൻ്റെ ദൈവമേ എന്ന് ഒരു വലിയ വിളംബരം തോമസ് ഉയർത്തുന്നത് അത് സഭയുടെ വലിയ പ്രഖ്യാപനമാണ്. 2 വിശ്വാസ പ്രഖ്യാപനങ്ങൾ പലപ്പോഴും സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഒന്ന്, പത്രോസ് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് പറയുന്നതാണെങ്കിൽ, ഇവിടെ തോമസ് എൻ്റെ കർത്താവും എൻ്റെ ദൈവമേ എന്ന് പറയുന്നുണ്ട്. റോമൻ സാമ്രാജ്യത്തിലെ ചക്രവർത്തിയെയാണ് കർത്താവ് എന്ന് പലപ്പോഴും വിശേഷണം നൽകി, ലോർഡ് എന്ന വിശേഷണം നൽകി കൊണ്ട് നടക്കുന്നത്. ഇവിടെ പറയുകയാണ്, ചക്രവർത്തിയല്ല ഞങ്ങളുടെ കർത്താവ്, ഞങ്ങൾക്ക് വേണ്ടി തൻ്റെ ജീവനെ നൽകിയവനും ചരിത്രത്തെയും പ്രപഞ്ചത്തെയും വീണ്ടെടുക്കുന്നവനുമായ കർത്താവാണ് ഞങ്ങളുടെ ദൈവമെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന ആ വിഖ്യാത വിശ്വാസ പ്രഘോഷണം തോമസിലൂടെ സഭയ്ക്ക് നൽകപ്പെട്ടതെന്നാണ്. എല്ലാ നിയോഗത്തിൻ്റെയും ദൗത്യത്തിൻ്റെ അടിസ്ഥാനം ഈ ആത്മബോധമാണ്, ആത്മജ്ഞാനമാണ്. എൻ്റെ കർത്താവ് എൻ്റെ ദൈവമേ എന്നുള്ള തിരിച്ചറിവാണ്. അതാണ് സഭയെ ക്രിസ്തു മാർഗത്തിൽ മുൻപോട്ട് നയിക്കുന്നത്. 4 വിശേഷണങ്ങൾ, 4 വിശദീകരണങ്ങളാണ് നമ്മൾ നൽകുന്നത്. സഭ ക്രിസ്തുവിൻ്റെ ശരീരമെന്ന് പറയുമ്പോൾ, 1, ക്രൂശിത ക്രിസ്തുവിൻ്റെ ശൈലി, ചരിത്രത്തിൽ ജീവിച്ച ക്രിസ്തുവിൽ അടിസ്ഥാനപ്പെട്ട സഭ, ക്രൂശിത ശരീരങ്ങളെ അടുത്തെറിഞ്ഞ് വീണ്ടെടുക്കുന്ന സഭ, കൂടാതെ വളരെ സംഗതമായ ആധികാരികമായ വിശ്വാസ പ്രഘോഷണങ്ങൾ നിർവഹിക്കേണ്ട സഭ. ഈ വിധത്തിലാണ് സഭയെ ക്രിസ്തുവിൻ്റെ മാർഗമെന്ന വിശേഷണം സംഗതമായി തീരുന്നത്. ഈ ദിനങ്ങളിലെ ആരാധനകളിൽ ഭാരത അപ്പോസ്തലനായിരിക്കുന്ന തോമസിൻ്റെ ജീവിതത്തെ അടയാളപ്പെടുത്തുന്നതിനും സഭയുടെ തനിമയും സഭയുടെ വിശേഷണവും നിർവചനവും വീണ്ടെടുക്കുന്നതിനും ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ കൃപ നമ്മെ അതിനായിട്ട് അനുഗ്രഹിക്കട്ടെ.